രാം രാം ചൗധരി സർ, എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്ക് സുഖം തന്നെയാ. അങ്ങോട്ട് തന്നെ വരുന്നത്. നമുക്ക് ഈവനിംഗ് മീറ്റ്. ഞാൻ ഇവിടെ സിറ്റിയിലല്ലേ, നിങ്ങളാണെങ്കിൽ സിറ്റിക്ക് പുറത്തു. പിന്നെ എങ്ങനെ കാണാൻ പറ്റും? ആട്ടെ, എന്താ കാര്യം? ഞാൻ ഇന്നലെയാ ഡൽഹിയിൽ നിന്ന് തിരിച്ചു വന്നത്. അയ്യയ്യേ, അങ്ങനെയാണോ ചൗധരി സർ? നിങ്ങളുടെ സൈഡിലും ഇല്ല, ആ ചട്ടയുടെ സൈഡിൽ നിന്നും ഇല്ല. അയാളാണെങ്കിൽ ഒരു സൂട്ട് കേസ് നിറയെ കാശും വെച്ചുകൊണ്ട് എന്റെ പിറകെ അലയുക. അയാൾക്ക് നടക്കേണ്ട കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിലുണ്ടല്ലോ, ഭ്രാന്ത് പിടിച്ചൊരു കാളയെ പോലെ അവൻ കിടന്നലയും. എന്താ കാര്യം? ആ കാള ഒരു പ്രാവശ്യം അകത്ത് വന്നെന്ന് വിചാരിച്ചോ, അത് സർവ്വത് നശിപ്പിച്ചിട്ടായിരിക്കും പോകുന്നത്. ശരി ശരി, നിന്റെ നാവ് ഒരല്പം കൺട്രോൾ ചെയ്തോ കേട്ടോ. എനിക്കിപ്പോ അത്യാവശ്യമായിട്ട് ഡൽഹിക്ക് പോയേ പറ്റൂ. അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങളെ വിഷമിക്കണ്ട സർ. രേഷ്മയ്ക്ക് ആരോട് വേണമെങ്കിലും എപ്പ വേണമെങ്കിലും എന്തും പറയാം. ഓക്കേ? അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം തീർച്ചയായിട്ടും ഇവിടെ വന്ന് എന്നെ കണ്ടേ പറ്റൂ. കാർ ഹോട്ടലിൽ തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ? നീ ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. MP സാറിന്റെ കൂടെ നീ നാളെ ഡൽഹിയിലേക്ക് പോ. പിന്നെന്താ, നിന്റെ ജോലി അതോടെ തീരും, അത്രേ ഉള്ളൂ. ഓ ശരി മാഡം. മാഡത്തിന് വിശ്വസിച്ചാ ഞാനിവിടെ ഇരിക്കുന്നത്. മാഡം പറ്റില്ല എന്ന് പറഞ്ഞാ ഞാൻ പോയല്ലേ പറ്റൂ. മാഡം പറയുന്നതേ ഞാൻ അനുസരിക്കൂ. ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ആര് വേണമെങ്കിലും വന്നോട്ടെ, MLA, MP, മിനിസ്റ്റർ ആയാലും സാരമില്ല. അവരൊക്കെ എത്ര വലിയവരാണെങ്കിലും ശരി, ഈ രേഷ്മയെ വന്ന് കാണാതെ പോയേയില്ല. നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിന്റെ ജോലി തീർന്നെന്ന് വിചാരിച്ചോ? വളരെ നന്ദി മാഡം.